നമുക്ക് ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് ബാലന് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോ ഗോമതിയുടെ അടുത്ത് നിന്നിട്ട് മീനാക്ഷി ശ്രീദേവൻ പറഞ്ഞു, അമ്മ വിഷമിക്കൊന്നും വേണ്ട, അച്ഛന്റെ സ്വഭാവം ഒക്കെ മാറൂന്ന് പറഞ്ഞു. മിത്ര അധികം വൈകാതെ പോലീസ് ആവും, അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ അമ്മേ. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, ബാലേട്ടൻ തടസ്സം പറയുവാണല്ലോ, അതൊന്നും സാരില്ലെന്നേ, അതൊക്കെ ബാലച്ചന്റെ സ്വഭാവമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ ശ്രീദേവി പറഞ്ഞു. ഞാൻ ബാലച്ചനോട് സംസാരിച്ചോളാന്ന് പറഞ്ഞു. അമ്മ വിഷമിക്കാതിരുന്നാ മതി എന്ന് പറഞ്ഞു. ഗോമതി പറഞ്ഞു, എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഇതാ പ്രശ്നമായതല്ലേ, അമ്മ എന്തിനാ ടെൻഷൻ അടിക്കണേ? അതല്ല, ഒന്നാമത്തെ കാര്യം കുടുംബത്തിലെ ദോഷവും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, അതിന് എപ്പോഴും ഏത് രൂപത്തിലാണ് ചാടുന്നതെന്ന് അറിയത്തില്ല, ഇനിയിപ്പോ ഈ രൂപത്തിലാണോന്നും അറിയത്തില്ലല്ലോ. ആ പോറ്റുസ്വാമി പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഓ ഇപ്പോഴും അമ്മ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കണമെന്ന് മീനാക്ഷി വെച്ചു. അതിന്റെ ചിന്തകളൊന്നും അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് എന്തായാലും ക്ഷേത്രത്തിൽ ഒന്ന് പോകണം, ക്ഷേത്രത്തിൽ പോയി ഒന്ന് ദേവിയോടൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു, കുടുംബത്തിലെ കഷ്ടകാലങ്ങളൊക്കെ മാറാനായിട്ട്. അത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു, അതൊരു നല്ല കാര്യമാണ്, അങ്ങനെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് അമ്മയുടെ മനസ്സിന് സമാധാനം കിട്ടുമെങ്കിൽ നല്ല കാര്യം, അമ്മ പോയിട്ട് വരാൻ പറഞ്ഞു. മീനാക്ഷിയോട് ചോദിച്ചപ്പോൾ മീനാക്ഷി പറഞ്ഞു, ഞാൻ വരുന്നില്ല, അമ്മ പോയിക്കോളാൻ പറഞ്ഞു. ഈ സമയം അനുസരി വല്ലാത്തൊരു ടെൻഷനാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഹലോ ഗംഗാനും ഇങ്ങോട്ടേക്ക് വന്നാല് ഇവ ഈ കുടുംബത്തിൽ ആരെങ്കിലും പിടിച്ച തീർന്നു, അതോടുകൂടി അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. അവനിത് എന്ത് കാണാനും ഇങ്ങോട്ടേക്ക് വരുന്നേ, അതൊക്കെ ഓർത്തപ്പോ സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമായിരുന്നു അനുസരിക്ക്. അതേ സമയത്താണ് സുകന്യ അങ്ങോട്ടേക്ക് വരുന്നത്. സുകന്യയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അനുസരി പെട്ടെന്ന് സുകന്യനും പിടിച്ച് മുറിയിലേക്ക് ഏറ്റിട്ട് കഥ അങ്ങോട്ട് അടച്ചു. എന്തായാലും മോളെ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അതെ, അലോക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവൻ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരൂന്നോ? എന്തിന്? എനിക്കറിയില്ല, അവനോട് ഞാൻ വരണ്ടാന്ന് പറഞ്ഞ. ഹനിമോളെ, എനിക്ക് തോന്നുന്നു അവൻ ടോക്സിക്കാന്ന് തോന്നേ, ഇപ്പോഴത്തെ കാമുകന്മാരുടെ കൂട്ടെ വീട് ചാടി കയറി എങ്ങാനും വന്നിട്ടുണ്ട് അറിയാലോ, പിടിക്കപ്പെട്ട ഞാനും നീയും സായുധം കുടുങ്ങൂന്ന് പറഞ്ഞു. അനുസരിച്ച് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, സുകന്യേച്ചി ഒന്ന് വിളിച്ചിട്ട് പറ അവനോട് ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അനുസരിക്കില്ല, എങ്ങാനും അച്ഛനും അമ്മയെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കും സുകന്യക്ക് അറിയാലോ, അല്ല സുകന്യേച്ചിക്ക് അറിയാലോ. സുകന്യ പറഞ്ഞു, ഇതിപ്പോ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായല്ലോ, ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ധർമ്മേട്ടൻ ഉൾപ്പെടെ എന്നെ ഈ വീട്ടിൽ നിന്ന് എല്ലാവരും അടിച്ചിറക്കും, അത് നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ. ശരി, ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കാന്നൊക്കെ പറഞ്ഞ് സുകന്യ പുറത്തേക്ക് ഇറങ്ങി. സുകന്യയുടെ മനസ്സിലെ ആഗ്രഹം രണ്ടുപേരുടെയും വീട്ടിലിട്ട് പിടിക്കണമെന്ന് തന്നെയായിരുന്നു. അങ്ങനെ പിടിച്ചാലേ താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു. പിന്നീട് സുകന്യ പുറത്തേക്ക് പോയിട്ട് അവിടെ നിന്നിട്ട് അലോകിനെ വിളിക്കണം. അലോകിനോട് എടാ നീ ഇങ്ങോട്ടേക്ക് വരുവാന്നൊക്കെ അനുസരിച്ച് പറഞ്ഞല്ലോ. അതെ, എനിക്ക് അങ്ങോട്ടേക്ക് വരണം. എടാ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നേ? അതോ എനിക്ക് അവളുടെ കാല് പിടിച്ച് മാപ്പ് പറയണമെന്ന് പറഞ്ഞു. കാല് പിടിച്ച് മാപ്പ് പറയാനോ? അപ്പോഴാണ് അലോക് പറയണേ, അവളെന്റെ കർണം അടിച്ചു പൊട്ടിച്ചെന്ന്. കർണത്തടിച്ചോ? ഇതൊക്കെ എപ്പ സംഭവിച്ചു? അത് പിന്നെ ഞാന് കാര്യം എന്താ വെച്ചാ പറ. കോമതി ചേച്ചിയെ ഞാൻ കൊല്ലാൻ ശ്രമിച്ചെന്നുള്ള കാര്യം അവൾ അറിഞ്ഞു. അവൾക്ക് അത് സഹിച്ചില്ല, അതിന്റെ പേരിൽ ഞാനും അവളും തമ്മിൽ വഴക്കടിച്ചു. എടാ നീ എന്ത് മണ്ടത്തരോടാ കാണിച്ചേ? അവളെ എങ്ങനെ അന്വേഷിപ്പിച്ച് കൂടെ നിർത്തണ്ടായിരുന്നോ? അതിന് പറ്റിയില്ല സോനിയ ചേച്ചി, പറ്റിയില്ല പോലും. നീ പിന്നെ എന്തിനു കൊള്ളാം? അങ്ങനെയൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ട്. ഒന്നിനും കൊള്ളാത്തവൻ. എടാ ഇതൊക്കെ ഇപ്പോഴാണോ നീ ചിന്തിക്കുന്നത്? നീ നേരത്തെ ആലോചിക്കേണ്ട കാര്യമില്ലേ? അവൾ എങ്ങനെയെങ്കിലും ഒന്ന് കയ്യിലെടുക്കണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ മാക്സിമം ശ്രമിച്ചാന്ന് പറഞ്ഞു. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, എനിക്ക് അങ്ങോട്ടേക്ക് വരണം, അവളെ കാണണം. പക്ഷെ ആ വീട്ടിലേക്ക് എങ്ങനെ വരുമെന്ന് എനിക്കറിയില്ലാത്ത. സുകന്യ പറഞ്ഞു, പേടിക്കണ്ട, ഒരു കാര്യം ചെയ്യാം, ഞാൻ കതവ് തുറന്നു തരാം നിനക്ക്. അങ്ങനെയാണെങ്കിൽ നീ പിന്നെ ധൈര്യമായിട്ട് കയറി, നിനക്ക് പിന്നെ ധൈര്യമായിട്ട് അകത്തേക്ക് കയറി വരാലോ. പക്ഷേങ്കിൽ ആ സമയത്ത് ആരെങ്കിലും കാണുമോ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. പിന്നത്തെ കാര്യം നിന്റെ യുക്തി പോലെ ഇരിക്കും. അവൾ നന്നായിട്ട് പേടിച്ചിരിക്കുന്നുണ്ട്. അതെ, ഇത് വെച്ചൊരു കളി കളിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അവൾക്കൊരു പേടി കാണുമായിരിക്കും ഞാൻ അങ്ങോട്ടേക്ക് വന്നാൽ എന്ത് സംഭവിക്കുന്ന. ഞാൻ അവളോട് പറഞ്ഞിരിക്കുന്നത് നിന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നൊക്കെയാ. കൊള്ളാം കൊള്ളാം, അവളെ കയ്യിലെടുക്കാനായിട്ട് നീ ഉപയോഗിച്ച മാർഗമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ആരിന്റെ അതുപോലെ തന്നെ ആകാശിന്റെ എങ്ങനെ കയ്യിലെങ്ങനെ നീ പെട്ടാ പിന്നെ തീർന്നു മോനെ. ഇല്ല, അതൊക്കെ ഞാൻ എന്താണെന്ന് ചെയ്തോളാം. പിന്നെ സുകന്യേച്ചിയുടെ സപ്പോർട്ടും കൂടെ എനിക്ക് വേണമെന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനാ, സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, നീ പോരാനൊക്കെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി ക്ഷേത്രത്തിലേക്ക് വേണ്ടി റെഡിയായിട്ട് വന്നു. ആ സമയം സുകന്യ ചോദിച്ചു, അല്ല കോമതി ചേച്ചി എങ്ങോട്ടാ? എനിക്ക് ക്ഷേത്രത്തിൽ ഒന്ന് പോണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ബാലൻ കടലിലേക്ക് പോകാൻ ഇറങ്ങുന്നത്. മീനാക്ഷി വന്നിട്ട് പറഞ്ഞു, അല്ല അച്ഛൻ കടയിലേക്ക് പോകണല്ലോ, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, അമ്മ എന്നെ ക്ഷേത്രത്തിലേക്ക് ഇറക്കി വിട്ടേക്കാൻ പറഞ്ഞു. ഗോമതി, വേണ്ട വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം, ബാലേട്ടൻ പോയിക്കോളാൻ പറഞ്ഞു. പിന്നെ നടന്നു പോകുന്ന ഒരാള് എന്തിനാ നടന്നു പോകുന്നേ? അതിന്റെ ആവശ്യമൊന്നുമില്ല.
അച്ഛൻ്റെ കൂടെ അങ്ങോട്ട് സ്കൂട്ടിക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഗോമതി ഒടുവിൽ ബാലന്റെ സ്കൂട്ടിക്ക് പിന്നെ കയറുകയാണ്. അപ്പോഴേക്കും മീനാക്ഷി എന്നിട്ട് ഇതെന്തിരിപ്പം അമ്മ ഇരിക്കുന്നത്, ഇങ്ങനെയാണോ ഇരിക്കുന്നത്, എന്തേ അച്ഛനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കാ തോളത്തൊക്കെ ഒന്ന് കൈയിട്ടോണ്ട് പോവും എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി ഇങ്ങനെ പറഞ്ഞപ്പം ഗോമതി ഒന്ന് പോ മീനു എന്ന് പറഞ്ഞു. പിന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും നാണമാന്ന് നോക്കിയേ. സുകന്യ പറഞ്ഞു, ദേ ബാലേട്ടന് പോലും നാണമില്ല, പിന്നെയാണോ ഗോമതി ചേച്ചിക്ക് നാണം. ആ സമയം ബാലൻ പറഞ്ഞു, നാണം എന്തിനാ നാണിക്കുന്നത്, ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേന്ന് ചോദിച്ചു. അതെ, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ധൈര്യമായിട്ട് അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു പോ ഗോമതി ചേച്ചി എന്നൊക്കെ സുകന്യ പറയണേ. എങ്ങനെയും ഗോമതി അവിടെ നിന്ന് പറഞ്ഞു കൊണ്ട പെട്ടെന്ന് തന്നെ, കാരണം എന്നിട്ട് വേണം ആലോകനെ വിളിച്ച് വീട്ടിലേക്ക് കയറ്റാനായിട്ട്. മീനാക്ഷിയും ജോലിക്ക് പോകും, പിന്നെ ശ്രീദേവിയിലേ ഉണ്ടാകത്തുള്ളൂ. ഈ പറയുന്ന ശ്രീദേവി മുറിക്കകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് ഇറങ്ങി വരാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അവളെവിടെയെങ്കിലും പോയി ഇരുന്നോളൂ. എങ്ങനെയും കണ്ണു പിടിച്ച് അവനെ അകത്ത് കയറ്റാം, എന്നിട്ട് വേണം താൻ ഉദ്ദേശിക്കുന്ന പോലെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്നൊരു ചിന്തയായിരുന്നു സുകന്യയുടെ മനസ്സിലുണ്ടായിരുന്നേ. അങ്ങനെ ഗോമതിയും ബാലനും കൂടെ അങ്ങോട്ട് പോയി. പോകുന്ന സമയത്ത് ഗോമതി പറഞ്ഞു, ബാലേട്ടനും കൂടെ ഒരു കാര്യം ചെയ്യാം, ക്ഷേത്രത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ബാലൻ പറഞ്ഞു, എനിക്ക് 1-2 ഡീലർമാരെ കാണാനുണ്ട്, അതുകൊണ്ട് എനിക്ക് വരാനായിട്ട് സമയമില്ല, നീ പോയി പ്രാർത്ഥിച്ചാൽ മതി ഗോമതി, കുടുംബത്തിന് വേണ്ടിയിട്ട് നീ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെയല്ലേ ഇപ്പൊ കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാലൻ പറഞ്ഞു, എന്ത് പ്രശ്നം? അല്ല മീനുവിന്റെ വീണ്ടും തുടങ്ങി, അത് നിന്നോട് പറഞ്ഞല്ലേ അതിനെക്കുറിച്ച്. പിന്നെ ഗോമതി ഒന്നും പറയാൻ പോയില്ല. അങ്ങനെ ഗോമതി ക്ഷേത്രത്തിലേക്ക് പോയി ആരിന്റെ മിത്രയുടെയൊക്കെ പേരിൽ വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇനിയിപ്പോ എത്രയും പെട്ടെന്ന് തന്നെ മിത്രയുടെ ആഗ്രഹം സാധിക്കണം, അതിനൊരു തടസ്സം ഉണ്ടാകാൻ പാടില്ല, ബാലേട്ടൻ സമ്മതിക്കാതിരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ആരും ചിലപ്പോൾ മിത്രയും വിളിച്ചുകൊണ്ട് വീട് വിട്ടു പോകുന്നുള്ള കാര്യം ഗോമതിക്ക് അറിയാം. അങ്ങനെ വന്നാൽ ഗോമതിക്ക് അത് സഹിക്കാൻ പറ്റില്ല. കാരണം തന്റെ മകൻ വേറൊരു വീടെടുത്ത് താമസിക്കാന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. ഈ സമയം ശ്രീദേവി മുറിയിലേക്ക് എന്നു ആനന്ദ് ഓഫീസിലേക്ക് പോകാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് ശ്രീദേവി പറഞ്ഞു, ആനന്ദേട്ടാ ഞാൻ കഴിക്കാനൊക്കെ എടുത്തു വെക്കാന്ന് പറഞ്ഞു. ആനന്ദ് പറഞ്ഞു, നീ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് ശ്രീദേവി അവിടെ പിടിച്ചിരുത്തി. എന്നിട്ട് പറഞ്ഞു, അതെ ഇനി ആഹാരമൊക്കെ ഞാൻ വേണമെങ്കിൽ ആരുടെയെങ്കിലും പറഞ്ഞെടുത്ത് കഴിപ്പിച്ചോളാം, അല്ല ഞാൻ തന്നെയാണല്ലോ എടുത്ത് കഴിച്ചോളാം, നീയേ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു, എപ്പോഴും റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ആനന്ദേട്ടാ, വയറ്റൊരു കുഞ്ഞുണ്ടെന്ന് കരുതിയിട്ട് ദേഹം അനങ്ങാതിരിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല, ഇവിടെ അല്ലാത്തന്നെ എന്നെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കുന്നില്ലെന്ന് പറഞ്ഞു. ആനന്ദ് പറഞ്ഞു, അത് സാരമില്ല, നീ ഇവിടെ ഒരു ജോലിയും ചെയ്യണ്ട, ഇനിയിപ്പോൾ കുറച്ച് മാസങ്ങളും കൂടെ ഉള്ളൂ, എത്രയും പെട്ടെന്ന് എൻ്റെ കുഞ്ഞ് പുറത്തേക്ക് വരണമെന്ന് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. ശ്രീദേവി പറഞ്ഞു, അതിന് സമയവും കണക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ തീരുമാനിക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു. ഈ സമയം ആനന്ദ് പറഞ്ഞു, ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം, 7 മാസം നിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാന്ന് പറഞ്ഞാൽ അവർ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ വിടത്തില്ല, അവിടെ വെച്ച് എൻ്റെ കുഞ്ഞുണ്ടാവണ്ട, കാരണം അവരുടെ ഇതിലുണ്ടാവണ്ട, എനിക്കത് ഇഷ്ടമില്ല, കാരണം നീ ആ വീട്ടിൽ പോയി നിന്നിട്ടുണ്ടെങ്കിൽ ഒട്ടും ശരിയാവുന്ന കാര്യമല്ല, നീ ഇവിടെ തന്നെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു, അത് പിന്നെ ബാലച്ചനും അമ്മയ്ക്ക് എന്ത് വിചാരിക്കും, ഞാൻ അങ്ങനെ പോവാതിരുന്നിട്ടുണ്ടെങ്കിൽ അവരെന്ത് വെള്ളം വിചാരിച്ചോട്ടെ, അവരോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം, എന്തെങ്കിലും കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞോളാന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ശ്രീദേവി അതിന് സമ്മതിക്കുകയാണ്. ആ സമയത്ത് സുകന്യയുടെ ഫോണിലേക്ക് കോൾ വരികയാണ് അലോകിന്റെ. അപ്പോഴേക്കും സുകന്യ പറഞ്ഞു, അതി ആനന്ദം കൂടെ പോയിട്ടില്ല, പോയതിന് ശേഷം ഞാൻ നിന്നെ മിസ് കോൾ അടിക്കാം, അപ്പം നീ വന്നാൽ മതി എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദം അങ്ങോട്ടേക്ക് പോയി. ഇതേ സമയം അനുസരി വല്ലാത്ത ടെൻഷനിൽ മുറിയിലിരിക്കുകയാണ്. എന്താ സംഭവിക്കുന്നത് ഏതാ സംഭവിക്കുന്നു പറയാൻ പറ്റില്ല. അവനെങ്ങാനും ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ, അമ്മയാണെങ്കിൽ ക്ഷേത്രത്തിലേക്ക് പോയേക്കുക, അമ്മ ക്ഷേത്രത്തിൽ നിന്ന് വന്ന എങ്ങാനും പിടിക്കപ്പെടും, ദൈവം വരില്ലെന്ന് പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ, അനുസരിയുടെ മനസ്സറിയും. പക്ഷേ എങ്കിൽ ആനന്ദും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും അലോകിന് മിസ് കോൾ അടിച്ചു സുകന്യ. കുറച്ച് കഴിഞ്ഞപ്പോൾ അലോക് അങ്ങോട്ട് വരുവാണ്. ആ സമയം കഥവ് തുറന്നു കൊടുക്കുന്നത് സുകന്യാണ്. പെട്ടെന്ന് പറഞ്ഞു, പെട്ടെന്ന് വരാൻ പറഞ്ഞ് അകത്തേക്ക് കയറ്റിക്കൊണ്ട് വരുവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഉറപ്പായിട്ടും അലോകിൻ്റെ നല്ല പണി തന്നെ കിട്ടും. മിക്കവാറും അവനായിരിക്കും ദുരന്തം ഉണ്ടാവാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.